നമസ്കാരം. നമസ്കാരം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേഡീസ് അവറിൻ്റെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. സ്വാഗതം. ഇന്ന് എന്താണ് വീണ നമ്മുടെ ചർച്ചാ വിഷയം? ചർച്ചാ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ? നല്ല കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു പുതിയ കണ്ടെത്തിയ ഒരു ബാക്ടീരിയക്ക് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ശാസ്ത്രജ്ഞർ പേര് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പേര് സോളിബാസില്ലസ് കലാമി എന്നാണ്. അപ്പോൾ ആ ഒരു ബാക്ടീരിയയെ കുറിച്ചും അതെവിടെയാണ് കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തുമ്പയിലെ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം നാസയിലായിരുന്നു. അപ്പോൾ നാസക്കാർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗവേഷണം പൂർത്തിയാക്കിയതും നാസയിൽ തന്നെയായിരുന്നു. അതെ. അപ്പോൾ നാസയിൽ നിന്നും ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത അബ്ദുൽ കലാം അതുകൊണ്ട് തന്നെയാണ് നാസക്കാരാണ് ഈ എന്താണ് ISS സ്പേസ് സ്റ്റേഷൻ. അതെ അതെ. അവിടെ നിന്ന് നമുക്ക് ലോഞ്ച് ബാക്കി ആസ്ട്രോനോട്ട്സിനൊക്കെ അയക്കാനും ഹൗസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന, ഇപ്പോൾ പൊതുവെ സ്റ്റഡീസ് നടത്താൻ പറ്റുന്ന ഒരു എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് പോലത്തെ ഒരു ഒബ്ജക്റ്റ് ആണ് ബേസിക്കലി. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ISSലെ ഒരു ഫിൽറ്ററിൽ കാണപ്പെടുന്ന കണ്ട് ഒരു ബാക്ടീരിയയാണ് ഈ സോളിബാസില്ലസ് കലാമി. അപ്പൊ അതിലൊരു ഏറ്റവും രസകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിബാസില്ലസ് കലാമി എന്ന് പറയുന്ന ബാക്ടീരിയ ഇതുവരെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടില്ല. അത് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിൽ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അത് ഭൂമിയെ വലം വെക്കുന്നതായതുകൊണ്ട് തന്നെ ഒരിക്കലും ഭൂമിയിലേക്ക് എത്തപ്പെടില്ല. അത് എല്ലാ കാലവും 400 കിലോമീറ്റർ അബവ് ആണ് ഈ സ്പേസ് സ്റ്റേഷൻ. പക്ഷെ എങ്കിൽ പോലും ഈ ഡോക്ടർ വെങ്കടേശ്വരൻ സർ അദ്ദേഹമാണ് ശരിക്കും ഈ സോളിബാസില്ലസ് കലാമിക്ക് ഈ പേര് കൊടുത്തത് തന്നെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ബേസിക്കലി സ്പേസിലാണ് ഈ ബാക്ടീരിയ കാണുന്നതെങ്കിലും ഭൂമിയിൽ ഇന്നേ വരെ ഒരു സോഴ്സിലും ഈ ബാക്ടീരിയയുടെ ഒക്കറൻസ് കണ്ടില്ലെങ്കിൽ പോലും ഈ ബാക്ടീരിയ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ല. അതായത് എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഇല്ലാത്തൊരു കാര്യം അല്ല, പൂർണ്ണമായും ഇല്ലാത്തൊരു കാര്യമല്ല. കാരണം ബേസിക്കലി ഇദ്ദേഹത്തിന്റെ ടീമിന്റെ ഉദ്ദേശം തന്നെ ആർ വി ദ ഓൺലി ലിവിങ് തിങ്സ് ഓൺ എർത്ത്, നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ല ഓൺ എർത്ത് എന്നല്ല, ഇൻ ദിസ് പ്ലാനറ്റ്, ഈ ഒരു മൊത്തം ഇൻ ദിസ് യൂണിവേഴ്സിൽ ഈ പ്ലാനറ്റിൽ മാത്രമേ ജീവനുള്ളൂ. വേറെ എന്തൊക്കെ തരം ജീവനുകളുണ്ട്, എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്തൊക്കെ തരം രീതികളിലുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു അത്ഭുതമാണല്ലേ? കാരണം ഈ ഭൂമിക്ക് പുറത്ത് ഒരു ബാക്ടീരിയ കണ്ടെത്തുക, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭൂമിക്ക് പുറത്തും ജീവൻ സാധ്യമാണ്. നമ്മളിപ്പോ ഭൂമിക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്, ചന്ദ്രനിൽ കാലുകുത്തി ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കിയിരിക്കുമ്പോഴും അത് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് മറ്റൊരു ബാക്ടീരിയക്ക് അല്ലെങ്കിൽ ഒരു ജീവൻ ഭൂമിക്ക് പുറത്ത് കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ സംശയം നിലനിൽക്കുകയാണ്. ഇത് എന്തോ ഒരു രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയക്കുന്ന ഈ ഒരു സ്പേസ് സ്റ്റേഷൻ കംപ്ലീറ്റ്ലി ഇതാണ്, സ്റ്റെറൈലാണ്. വേറെ ഒരു ടെറസ്ട്രിയൽ, അതായത് നമ്മുടെ ഭൂമിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു ജീവജാലങ്ങളും ഇല്ലാതെ, ഹ്യൂമൻ ബീങ്സ് അല്ലാതെ വേറെ ഒന്നും ഇല്ലാതെയുള്ള ഒരവസ്ഥയിലാണ് ഇവർ അയക്കേണ്ടത്. പക്ഷെ എവിടുന്നോ അങ്ങ് പിടിപെട്ട ഒരു സ്പോർ ഫോമിംഗ് ബാക്ടീരിയ ആണ്. പൂപ്പലിലൊക്കെ കാണുന്ന ഒരു ബാക്ടീരിയ, പൂപ്പൽ ഫംഗസ് ആണ്, എങ്കിൽ പോലും പൂപ്പൽ പോലത്തെ സ്പോറുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബാക്ടീരിയ എവിടെ നിന്നാണ് ആക്ച്വലി വന്നു കയറി കൂടിയതെന്ന് അറിയില്ലെങ്കിൽ പോലും അവിടെ എത്തിപ്പറ്റി അദ്ദേഹം ഈ ബാക്ടീരിയക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്, ഒരു കൾച്ചർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ കുറിച്ചും അവർ നൽകിയ സോളിബാസില്ലസ് കലാമി എന്നുള്ള ഒരു ബാക്ടീരിയക്ക് കൊടുത്ത പേരിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും ആദ്യ സെഗ്മെന്റിന് ശേഷം. Hello ladies, എൻ്റെ പേര് ഡോക്ടർ സോണി മാത്യു. ഞാൻ ചീഫ് ഫൺ ഓഫീസറാണ് പാർട്ടി സ്റ്റോർ. പാർട്ടി സ്റ്റോർ കൊച്ചിയിലെ ഒരു പാർട്ടി സപ്ലൈ സ്റ്റോറാണ്, ഈവൻ സപ്ലൈ സ്റ്റോർ.
and proudly Kerala's one and only store. Party supplies, birthday parties nu vendi, wedding parties nu vendi, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വീട്ടിൽ അതിനകത്ത് ചെറിയ ചെറിയ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ എല്ലാം ആവശ്യമുള്ള കുറേ ഒരു സർക്കംസ്റ്റാൻസസ് വരും. അപ്പോൾ എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻസ് ഇവൻറ്റ്സ് പാർട്ടി സ്റ്റോർ കസ്റ്റമൈസ് ചെയ്തിട്ട് ആൻഡ് സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പാർട്ടി സ്റ്റോറിൻ്റെ സ്പെഷ്യാലിറ്റി ബർത്ത്ഡേസ്, കമ്മ്യൂണിയൻസ്, ബാപ്റ്റിസംസ് ആൻഡ് വെഡിങ് റിലേറ്റഡ് ഫോട്ടോ ബൂത്ത്, പിന്യാറ്റാസ്, ഇതൊക്കെ എല്ലാം ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഒരു വീട്ടമ്മയായിട്ട് ഞാൻ ആദ്യം എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു. ആൻഡ് അതിൻ്റെ കുറേ സപ്ലൈസ് എനിക്ക് കിട്ടാതെ വന്നു. ഇവിടെ കുറേ സ്ഥലത്ത് പോയിട്ട് അബൌട്ട് 4 years ബാക്ക് എനിക്ക് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടാൻ. കപ്പ് കേക്ക് ടോപ്പേഴ്സ് ആയാലും പേഴ്സണലൈസ് ബാനേഴ്സ് ആയാലും. പിന്നാട്ടാന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കാര്യമാണ് വിച്ച് ഈസ് വൈഡ്ലി അവൈലബിൾ ഔട്ട്സൈഡ്. പക്ഷേ കേരളത്തിൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ലാപ്സ് ഓഫ് ഇവൻറ്റ് മെറ്റീരിയൽസ് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് വൈ നോട്ട്, എനിക്ക് 13 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഇവൻറ്റ്സ് ചെയ്യുന്നത്, പിള്ളേരുടെ ഇവൻറ്റ്സ് ചെയ്യുന്നത്. Why not use that experience and make a party store, especially for mothers and children who want to celebrate a grand occasion. Party supply store, whole and all, ഇവിടെ കുറേ ചെറിയ ചെറിയ കടകളുണ്ട്, അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടും. പക്ഷേ ഒരു one and only stop പാർട്ടി സപ്ലൈ സ്റ്റോപ്പ് ഇവിടെ ഇല്ല. സോ ആൻഡ് ഞാൻ ബിസിനസ് ചെയ്തിട്ടില്ല ഇതിന് മുമ്പ്. സോ അതുകൊണ്ട് പാർട്ടി സപ്ലൈ സ്റ്റോർ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ആദ്യം ആക്ച്വലി ലോജിസ്റ്റിക്സ് ആയിരുന്നു, അതിൻ്റെ നോഹാവ് ആയിരുന്നു. എങ്ങനെയത് തുടങ്ങണ്ടേ, എത്ര സാധനങ്ങൾ വെക്കണം, ഏത് ടൈപ്പായിരിക്കും കേരള മാർക്കറ്റിൽ പോണേ, ഇതൊക്കെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. ബട്ട് എൻ്റെ ആൾക്കാരുടെ റെസ്പോൺസ് വാസ് അമേസിങ്, എസ്പെഷ്യലി മദേഴ്സ് ആൻഡ് പിള്ളേരുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ എല്ലാം റെസ്പോൺസ് വാസ് വെരി അമേസിങ്. ആൻഡ് ആൾക്കാർ പുറത്തുനിന്ന് വരുന്ന NRIs ആണെങ്കിലും when they come down, അവർക്കും ഒരു ആവശ്യമുണ്ട്, നാട്ടിലൊരു കാര്യം ചെയ്യണം, നാട്ടിൽ എവിടെ അത് സോഴ്സ് ചെയ്യാൻ പറ്റുന്നത്, വിഷ് ലാൻറ്റേൺസ് ആയാലും സ്പാർക്ലിംഗ് ക്യാൻഡിൽ ആയാലും ഫേസ് മാസ്ക്, പ്ലേറ്റ്സ്, ഇതൊക്കെ എല്ലാം ദുബായിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാതെ നാട്ടിലെവിടെ കിട്ടുമെന്ന് അവർക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. സോ ഇറ്റ് ക്വിക്ക്ലി കോട്ട് അപ്പ് ആൻഡ് ഐ എം ഹാപ്പി ടു സേ ദാറ്റ് ഈ ഒരു ബിസിനസ് ഇസ് മോർ ദൻ മണി മേക്കിംഗ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുന്നത് ആൾക്കാർ വന്ന് അവരുടെ സന്തോഷം പറയണത്, അല്ലെങ്കിൽ താങ്ക് ഗോഡ് കൺവീനിയൻ്റ് ആയി പിള്ളേരുടെ കൂടെ വരാൻ പറ്റി, ഹസ്ബൻഡ് ചൂസ് ചെയ്യാൻ പറ്റി. ഇറ്റ്സ് എ പ്ലേസ് വെയർ എല്ലാം ഈസി ആയിട്ട് അവൈലബിൾ ആണ്, ഈസി ആയിട്ട് ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സൗകര്യം കൊടുത്തത് ആൾക്കാർക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമായി. പാർട്ടി സ്റ്റോറിൽ ഒരു സിമ്പിൾ ബർത്ത്ഡേ പാർട്ടി ചെയ്യാൻ, വീട്ടിൽ ചെയ്യാനാണെങ്കിലും ഹോട്ടലിൽ ചെയ്യാനാണെങ്കിലും ക്ലബ് ഹൗസിൽ പൂൾ പാർട്ടി, എങ്ങനെയെങ്കിലും സപ്പോസ് ഒരു ബർത്ത്ഡേ പാർട്ടി ചെയ്യാനുള്ള ഒരു മിനിമം ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ബാനർ, ബാക്ക് ഡ്രോപ്പ്, ബലൂൺസ്, അതിനകത്ത് ബലൂൺസിൽ പ്രിന്റഡ് വേണോ പ്രിന്റ് ഇല്ലാത്ത വേണ്ടോ, ബലൂൺ ഡെക്കറേഷൻ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. ബാക്ക് ഡ്രോപ്പ് സിമ്പിൾ പേപ്പറുടെ വേണോ, ഫ്ലെക്സിൻ്റെ വേണോ, തുണിയുടെ വേണോ, പിള്ളേർക്കുള്ള റിട്ടേൺ ഗിഫ്റ്റ്സ്, പിള്ളേർക്കുള്ള ഗെയിംസ് ആൻഡ് ആക്സസറീസ് ഞങ്ങൾ ഹോസ്റ്റിംഗ് ചെയ്യും. പ്ലേറ്റ്സ്, കപ്സ്, സോസേഴ്സ്, അത് ഈ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ മുതൽ ദ ഹോൾ ഇവൻറ്റ് ചെയ്യാൻ പാർട്ടി സ്റ്റോർ ഇസ് റെഡി. ബർത്ത്ഡേ പാർട്ടീസ് വെച്ചിട്ട് കമ്മ്യൂണിയൻസ് ഒക്കെ ആണെങ്കിൽ ആ ടേബിൾ ഡെക്കോർ അല്ലെങ്കിൽ അതിൻ്റെ ഹാങ്ങിങ്സ് ആയിട്ട് മോസ്റ്റ്ലി ദ ഡെക്കറേഷൻ പാർട്ട് ഓൺലി. ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ പോകാറില്ല. ബട്ട് എവറിത്തിങ് റിലേറ്റഡ് ടു ദ ഡെക്കറേഷൻ, റിട്ടേൺ ഗിഫ്റ്റ്സ്, ഇൻവിറ്റേഷൻ എല്ലാം ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ വെഡിങ്സ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്, ഫോട്ടോ ബൂത്ത് എന്ന് പറഞ്ഞ്. ഫോട്ടോ ബൂത്ത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ വെഡിങ് പാർട്ടീസിന് വിഷ് ലാൻറ്റേൺസും കൊടുക്കാറുണ്ട്. യു സീൻ ഇൻ മെനി വെഡിങ് പാർട്ടീസ് ദാറ്റ് 300-400 വിഷ് ലാൻറ്റേൺസ് പൊങ്ങി പോണത്. വി സപ്ലൈ ദാറ്റ് ആൻഡ് ഫോട്ടോ ബൂത്ത് പ്രോപ്സ് ആണെങ്കിലും ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കും. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും സൈഡ് വെച്ചിട്ട് അവരുടെ പേര് വെച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ പേഴ്സണലൈസ്ഡ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വെഡിങ് പാർട്ടീസിന് സപ്ലൈ ചെയ്യും. There are all kinds of events that we have catered to. Corporate events and children's events and family events and mall events and party store is into mostly events, mostly children, but all events. പാർട്ടി സ്റ്റോർ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ലാത്ത കാരണം എനിക്ക് ആ പേടി ഉണ്ടായിരുന്നു. ബിസിനസ്സും അറിയത്തില്ല, ഈ ഒരു കോൺസെപ്റ്റും ഇല്ല. അതുകൊണ്ട് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് സക്സസ് ആവുമോ അല്ലെങ്കിൽ വിൽ ഐ ബി എ ഫെയിലിയർ എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. ബട്ട് വിത്ത് ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ് ഹെൽപ്പ് ആൻഡ് the
people who are working with me, avardeyum help ulla kaaranam I could push forward. Even now I push forward and do everything because I have very good people who work with me, my support system. And success avunna vicharicho illiyo ennu angane I'm not a negative person. Of course endu cheyidalum en positive aayittu njan aalochichittu yes we can do it and yes idu ശരിയാവും എന്ന് പറഞ്ഞു. And I knew mothersne ഇവിടെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എവിടെ പോയിട്ട് ഇത് വാങ്ങിക്കണം, എവിടെ പോയിട്ട് പറയണം, ഒരു കൊച്ചിൻ്റെ ഒരു ബാനർ വേണം, ഹാപ്പി ബർത്ത്ഡേ നിക്കോൾ, ഹാപ്പി ബർത്ത്ഡേ റായൻ എന്ന് പറഞ്ഞാൽ റായൻ എവിടെ മാത്രം കിട്ടും. വലിയ വലിയ ഇവൻസിൻ്റെ കമ്പനീസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഈ ചെറിയ ഒരു കാര്യം ചെയ്ത് കൊടുക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് ഐ ന്യൂ ദാറ്റ് ഇഫ് ഐ കേറ്റർ ഒരു അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫോർ ദാറ്റ് ചൈൽഡ്സ് വൺ നീഡ് ഇഫ് ഐ ക്യാൻ കേറ്റർ ഇറ്റ് വിൽ ബി എ സക്സസ് എന്ന് അറിയായിരുന്നു. സോ ഗോഡ് വില്ലിംഗ് യെസ് വി ആർ സക്സസ്ഫുൾ ബിക്കോസ് ഓഫ് ദ ലവ് ഐ ഗെറ്റ് ഫ്രം എവ്രി വൺ. ഡിസൈൻ ചെയ്തെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഡിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്വോൾ ഡെക്കറേഷൻസ് ആയാലും ബാനേഴ്സ്, ബണ്ടിങ്സ്, കപ്പ് കേക്ക് ടോപ്പേഴ്സ്, സ്പെഷ്യലായിട്ടുള്ള ക്യാൻഡിൽസ്, റിട്ടേൺ ഗിഫ്റ്റ്സ്, ഇൻവിറ്റേഷൻ കാർഡ്സ്, ഇതൊക്കെ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ. ഇപ്പോൾ ഒരു ചെറിയൊരു തീം ഇപ്പോൾ വന്നേക്കുന്നത് അവെഞ്ചേഴ്സ് ആകട്ടെ. അപ്പോൾ അവെഞ്ചേഴ്സിൻ്റെ പ്ലേറ്റ്സും കപ്സും ക്യാപ്സും ഒക്കെ എല്ലാം ചിലപ്പം ചൈനീസ് പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടാൻ പറ്റും. പക്ഷേ ദർ ആർ അതർ തിങ്സ്, ഒരു ബാനർ അല്ലെങ്കിൽ അതിൻ്റെ ബണ്ടിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഹാങ്ങിങ് സ്വേൾസ്, അതൊക്കെ എല്ലാം വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. അത് എസ്പെഷ്യലി ആ കളർ കോമ്പിനേഷനിലൊക്കെ. ഇപ്പോൾ ചെയ്ത ഒരു ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടിക്ക് അവർക്ക് വേണ്ടത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മാത്രമായിട്ടുള്ളൊരു ബാനർ അല്ലെങ്കിൽ അത് മാത്രമായിട്ടുള്ളൊരു സ്പോൾ അങ്ങനെ എന്താ മാർക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആവശ്യം വെച്ചിട്ട് അവരുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഞങ്ങളത് ഉണ്ടാക്കി കൊടുക്കുക. പാർട്ടി സ്റ്റോർ ഇസ് മൈ ഹാർട്ട് ആൻഡ് സോൾ. അത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മൈ ഫ്യൂച്ചർ പ്ലാൻ ഇസ് ആക്ച്വലി ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ മോർ അബൌട്ട് സെലിബ്രേറ്റിംഗ് പാർട്ടീസ്. ഒരു ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് ഇത്രയും കാശ് ചിലവാകും, ഇത്രയും എക്സ്പെൻസ് ആവും, അത് വേണ്ട, ഒരു കേക്ക് വാങ്ങിച്ച് 2 ബലൂൺ വെച്ചിട്ട് അത് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആ ഒരു തിങ്കിങ്ങിൽ അത് മാറ്റാനാണ് ഞാൻ നോക്കുന്നത്. കുറേ പേരുടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വോണ്ട് മോർ. ബിക്കോസ് ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഹാപ്പി ഡേ. 365 ഡേയ്സിൽ വരുന്ന ഒരു ദിവസം. അതിനകത്ത് ആ കൊച്ചിൻ്റെ പേരിലൊരു ബാനറോ അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ ഫോട്ടോ പ്രിന്റ് ചെയ്ത ഒരു ബലൂൺ, ഇഫ് ഐ ക്യാൻ മേക്ക് ഇറ്റ് അഫോർഡബിൾ, ദെൻ എല്ലാവരും അവരുടെ പിള്ളേരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. സോ ദാറ്റ് ചൈൽഡ്സ് ഹാപ്പിനെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് മണി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആക്കാതെ ആ ഹാപ്പിനെസ് ഫാക്ടർ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പാർട്ടി സ്റ്റോറിൻ്റെ ഏറ്റവും വലിയ മോട്ടോ. Ladies Hour program കാണുന്ന എല്ലാ ലേഡീസിനും my lots and lots of love and thank you Kaumudi channel. You're the best.